Hi friends, we will video NEET and KEAM workage power important questions are work out video upload workage power video upload this is final part workage power almost all concept cover a particle of mass 5m at rest suddenly breaks on its own into 3 fragments. 2 fragments of mass m each move along mutually perpendicular direction with speed v each. The energy released during the process is okay. This is important concept. സ്ഥിരമായി ചോദിക്കുന്ന കോൺസെപ്റ്റ് ആണ്. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. കീമിനും നീറ്റിനും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നോക്കി എന്താ പറയുന്നത് പറഞ്ഞാൽ ആദ്യം എന്തുണ്ട് ഒരു പാർട്ട് വലിയൊരു ബോഡി ഉണ്ട് ആണല്ലോ ഒരു ബോഡി അതിന്റെ മാസ് എത്രയെന്ന് പറയുന്നുണ്ട് 5m എന്ന് പറയുന്നുണ്ട് റെസ്റ്റിലാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ വെലോസിറ്റി എത്ര 0 ഇത് പെട്ടെന്ന് ഞാൻ v എന്ന് കൊടുത്താൽ മതി v എത്ര വെലോസിറ്റി എത്രയാണ് 0 വെലോസിറ്റി 0 ഇത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു ബ്രേക്ക് ചെയ്യുന്നു ഞാൻ u എന്ന് കൊടുക്കുക ഇനിഷ്യൽ വെലോസിറ്റി ഇത് പെട്ടെന്ന് എന്ത് ചെയ്തു ബ്രേക്ക് ചെയ്തു എത്ര ഫ്രാഗ്മെന്റ് ആയി 3 ഫ്രാഗ്മെന്റ് ആയി 3 പാർട്സ് ആയി അത് രണ്ടെണ്ണം മ്യൂച്വലി പെർപെൻഡിക്കുലർ മാനറിലാ പോകുന്നത് മ്യൂച്വലി പെർപെൻഡിക്കുലർ അപ്പൊ ഒന്നിങ്ങനെ പോകുന്നു വിചാരിക്കും ഒന്നിങ്ങനെ പോകുന്നു ആണല്ലോ അതിന്റെ മാസ് m എന്ന് പറയുന്നു വെലോസിറ്റി v എന്ന് പറയുന്നു മൊമെന്റ് എത്ര മാസ് ഇൻറ്റു വെലോസിറ്റി ഒന്ന് അതിന് പെർപെൻഡിക്കുലർ മുകളിലോട്ട് പോകുന്നു പറയാം ഒന്ന് മുകളിലോട്ട് പോയി അതിന്റെ മാസ് m തന്നെ വെലോസിറ്റി v തന്നെയാണ് ഇനി മൂന്നാമത്തെ ആളുണ്ട് അതിന്റെ മാസ് എത്രയാണ് ഇവിടെ m ആയി ഇവിടെ m ആയി ടോട്ടൽ 5m വരണ്ടേ അപ്പൊ m 2m ആയി ബാക്കി എത്ര 3m 3m എങ്ങോട്ട് പോകും ഞാൻ പറയുന്നു ഇങ്ങോട്ട് പോയെന്ന് എന്ന് പറയുന്നു 3m അതിന്റെ വെലോസിറ്റി v ഡാഷ് എന്ന് പറയുന്നു പറയാത്തോണ്ട് ഞാൻ v ഡാഷ് എടുത്തു അപ്പൊ അതിന്റെ മൊമെന്റ് എത്ര 3m v ഡാഷ് എന്തുകൊണ്ട് ഈ ഡയറക്ഷൻ എടുത്തു എന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ നിങ്ങൾ ഇപ്പൊ പഠിക്കുക മൂന്നാമത്തെ ഏതോ ഒരു ഡയറക്ഷനിൽ പോയി എങ്ങോട്ടോ പോയി അതിന്റെ മാസ് എത്ര ആയിരിക്കും 3m ആയിരിക്കും അത് ഡൗട്ട് ഇല്ല കാരണം m 2m ബാക്കി 3m ഉള്ളൂ ഒരു വെലോസിറ്റി അറിയാത്തോണ്ട് ഞാൻ v ഡാഷ് എന്ന് കൊടുത്തു ശരി എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നോക്കിയോ നമുക്ക് ഇതിന്റെ ഇനിഷ്യൽ ലീനിയർ മൊമെന്റം കാണണം എന്താണ് മൊമെന്റം കാണാൻ ഫോർമുല മാസ് ഇൻറ്റു വെലോസിറ്റി ഇവിടെ മാസ് ഉണ്ട് വെലോസിറ്റി ഇല്ല അതുകൊണ്ട് ഇനിഷ്യൽ മൊമെന്റം എത്ര 0 അങ്ങനെയാണെങ്കിൽ ഫൈനൽ മൊമെന്റം എന്താവണം 0 ആവണം അതാണ് ലോ ഓഫ് കൺസർവേഷൻ ലീനിയർ മൊമെന്റം പറയുന്നത് ഒരു പ്രോസസ് നടക്കുമ്പോൾ ഇനിഷ്യൽ മൊമെന്റോ ഫൈനൽ മൊമെന്റം എന്തായിരിക്കും സെയിം ആയിരിക്കും നമ്മൾ ആ പ്രോസസ്സിലൂടെ കൊളിഷൻ ആണ് പഠിച്ചത് ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ലീനിയർ കൊളിഷൻ ഇവിടെ കൊളിഷൻ അല്ല ഇവിടെ എന്ന് പറയും total momentum before braking is equal to total momentum after braking. അപ്പോൾ രണ്ടിനും മൊമെന്റ് ഈക്വൽ ആണ് അപ്പൊ pf 0 ആവണം pf 0 ആവണമെങ്കിൽ ഇത് രണ്ടിനും മൊമെന്റം ഉണ്ട് ആണല്ലോ രണ്ടും രണ്ട് ഡയറക്ഷനിലാണ് പോകുന്നത് അപ്പൊ എന്റെ റിസൾട്ട് എവിടെ ആയിരിക്കും നടുക്കായിരിക്കും ബൈ വെക്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടും ഇങ്ങനെ പോയാൽ റിസൾട്ട് എന്തായിരിക്കും എക്സ് ആയിരിക്കും നടുക്കാണ് വരുന്നത് ആണല്ലോ അതിന്റെ നടുക്കാണ് വരും അപ്പൊ ഇതാണ് റിസൾട്ട് എന്ന് പറഞ്ഞത് ആണല്ലോ ഇത് രണ്ട് റിസൾട്ട് എന്നാണ് എന്ന് പറഞ്ഞത് അപ്പൊ ആ റിസൾട്ടിന് ഒരു വാല്യൂ ഉണ്ട് ആ വാല്യൂ ഓപ്പോസിറ്റ് ആയിരിക്കും മൂന്നാമത്തെ ആൾ മൂവ് ചെയ്യുന്നത് എങ്കിൽ മാത്രമേ ടോട്ടൽ മൊമെന്റ് എന്താവും 0 ഈ രണ്ടിന്റെ റിസൾട്ട് ഇത് ഒരു വാല്യൂ കിട്ടും വിചാരിക്കാം ആ വാല്യൂ വേണമെങ്കിൽ കാണാം ഇതിന്റെ റിസൾട്ട് എങ്ങനെ കാണുന്നത് റിസൾട്ട് കാണുന്ന ഫോർമുല എന്താ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ പക്ഷെ ഇവിടെ തീറ്റ 90 ആണ് അല്ലേ തീറ്റ 90 അല്ലേ 90 ആണ് cos 90 0 അപ്പൊ ഈ ടേം പോയി 0 ആയിട്ട് പോയി അപ്പൊ 90 അതായത് തീറ്റ 90 ആണെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മാത്രം എഴുതിയാൽ മതി ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് മാത്രം എഴുതിയാൽ മതി എ എന്താ m ഇൻറ്റു വി മൊമെന്റ് ആണ് എടുക്കുന്നത് കേട്ടാ മാസ് എടുക്കാൻ പറ്റില്ല മാസ് സ്കെയിലർ ആണ് നമുക്ക് മൊമെന്റ് ആണ് വേണ്ടത് അപ്പൊ റൂട്ട് ഓഫ് എം വിയുടെ സ്ക്വയർ പ്ലസ് ബി എന്ത് തന്നെയാണ് എം വിയുടെ സ്ക്വയർ അപ്പൊ എത്ര കിട്ടും റൂട്ട് 2mv സ്ക്വയർ എന്ന് കിട്ടും mv ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അതിന് ആൻസർ എത്ര റൂട്ട് 2 റൂട്ട് ഓഫ് mv ദ ഹോൾ സ്ക്വയർ ആകുമ്പോൾ സ്ക്വയർ പോയി അപ്പൊ എന്ത് കിട്ടി mv എന്ന് കിട്ടി അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര റൂട്ട് 2mv അപ്പൊ ഇത് രണ്ടിന്റെ റിസൾട്ട് വാല്യൂ ഇതാണ് എന്താവണം മൊമെന്റം 0 ആവണം 0 ആവണമെങ്കിൽ ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം മൈനസ് റൂട്ട് mv വേണം എങ്കിലേ 0 ആവും മൈനസ് റൂട്ട് mv എന്നുള്ള മീനിങ് എന്താ ഇതിന്റെ അതേ മാഗ്നിറ്റ്യൂഡായിരിക്കും മൂന്നാമത്തെ ആളിന് വരുന്നത് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് ആ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവുന്നതുകൊണ്ടാണ് ഈ മൈനസ് കൊടുക്കുന്നത് അപ്പൊ എന്താ മീനിങ് റിസൾട്ടൻ ഇവിടെ ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മൂന്നാമത്തെ ആൾ മൂവ് ചെയ്യുന്നത് എങ്കിൽ മാത്രമേ ക്യാൻസൽ ആയി പോകും മൊമെന്റം 0 ആവും അതുപോലെ
ഇതിന്റെ വാല്യൂ എത്രയാണോ അത് തന്നെയായിരിക്കും ഇതിന്റെ വാല്യൂ. ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയ മാത്രം പോരാ, മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. അപ്പൊ ഇതിന്റെ മൊമെന്റ് എന്താവണം? √2mv ആവണം. ആണല്ലോ. നമ്മൾ കണ്ടുപിടിച്ച മൊമെന്റ് എത്രയാണ്? 3mv' ആണ് നമ്മൾ പറഞ്ഞ മൊമെന്റ്. അത് ആർക്ക് ഈക്വൽ ആവണം? √2mv ക്ക് ഈക്വൽ ആണ്. m ക്യാൻസൽ ആയി, 3 അപ്പുറത്തുണ്ടോ? v' ഈക്വൽ ടു √2v ഡിവൈഡ് ബൈ എന്താണ്? 3. v' വാല്യൂ കിട്ടി, ഇൻ ടൈംസ് ഓഫ് v കിട്ടി. വേണ്ട എനർജി അല്ലേ? നമുക്ക് ഏത് എനർജി ഉള്ളൂ? മൂവ് ചെയ്യാണ്, കൈനറ്റിക് എനർജി. അപ്പൊ കൈനറ്റിക് എനർജി കാണണം, ടോട്ടൽ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി കാണാൻ പറയുമ്പോൾ നമ്മൾ ഈ വെക്ടർ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കൈനറ്റിക് എനർജി ഏത് ക്വാണ്ടിറ്റിയാ? സ്കെയിലർ ക്വാണ്ടിറ്റിയാ. അപ്പൊ സ്കെയിലർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് റിസൾട്ട് ആവുന്നില്ല. ഇൻഡിവിജ്വൽ കൈനറ്റിക് എനർജി കാണുക. ആദ്യം ഇതിന്റെ കൈനറ്റിക് എനർജി കാണുക. എന്താ കൈനറ്റിക് ഉള്ള ഫോർമുല? ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ. ഹാഫ്, ഇവിടെ മാസ് എത്ര? m, വെലോസിറ്റി എത്ര? v². പ്ലസ് ഇവിടെ കൈനറ്റിക് ഞാൻ പറഞ്ഞ സെയിം ആൻസർ, ഹാഫ് mv². ഇവിടെ കൈനറ്റിക് ഞാൻ പറഞ്ഞ ഹാഫ് മാസ് എത്ര? 3m. അത് തെറ്റിപ്പോലെ 3m, വെലോസിറ്റി എത്ര? v' സ്ക്വയർ. ഹാഫ് mv², ഹാഫ് mv². അര പ്ലസ് അര ഒന്നല്ലേ? 1mv². എന്ന് പറഞ്ഞാൽ എന്താണ്? mv² പ്ലസ് അവിടെ എത്ര? 1/3 × 1 എന്ത് എഴുതാം? 3 എഴുതാം. 3/2 m. ഈ 3 എടുത്ത് ഇവിടെ എഴുതി. m v' അല്ലേ? v' വാല്യൂ നമുക്കറിയാം, അതിന്റെ സ്ക്വയർ. അപ്പൊ ഇതിന്റെ സ്ക്വയർ ചെയ്യാം. √2 സ്ക്വയർ എത്ര? 2. v സ്ക്വയർ v², 3 സ്ക്വയർ 9. ആ 2 ക്യാൻസൽ ആയി, ഈ 3 വെച്ച് ഇവിടെ കട്ട് ചെയ്യും 3. അപ്പൊ എന്ത് കിട്ടി? mv² പ്ലസ് ഇവിടെ mv² ഡിവൈഡ് ബൈ എത്രയാണ്? 3. ഒന്ന് ക്രോസ് ചെയ്തേ. 3 × mv², 3mv², 1mv². എത്ര കിട്ടി? 4mv² ഡിവൈഡ് ബൈ 1 × 3 എത്ര? 3. ആൻസർ 4/3 mv². ആൻസർ ഉണ്ടോ നോക്കിയ ഓപ്ഷനില്? ഓപ്ഷൻ ഡി, 4/3 mv². ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ ക്ലിയർ ആയിക്കോളും. ഇതിന്റെ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. വർക്ക് എനർജി തിയറം അല്ലെ വർക്ക് എനർജി പറഞ്ഞ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഇതേ കോൺസെപ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എ ബോഡി ഓഫ് മാസ് 4m ഈസ് ലൈങ് ഇൻ XY പ്ലെയിൻ അറ്റ് റെസ്റ്റ്. ഓക്കെ. ഈസ് സഡൻലി എക്സ്പ്ലോഡ് ഇൻ 3 pieces. നേരത്തെ പറഞ്ഞ പോലെ 2 pieces of each mass move perpendicular to each other with equal speed. The total kinetic energy generated due to explosion is. നേരത്തെ പറഞ്ഞ പോലത്തെ ക്വസ്റ്റ്യൻ ആണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ എത്ര മാസ് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്താ പറയുന്നത് ഇവിടെ? ഒരാൾ ഇങ്ങോട്ട് പോകുന്നു, മാസ് m, വെലോസിറ്റി v. ഒരാൾ ഇങ്ങനെ പോകുന്നു, അവിടെയും mv. ഒരാൾ അപ്പൊ ഇങ്ങനെ ആയിരിക്കും. അവിടെ എത്ര? 2m ആയില്ലേ? മൊത്തം 4m അല്ലേ? അപ്പൊ എത്ര? 2m × വെലോസിറ്റി അറിയില്ല, v'. റിസൾട്ടിന് ഇവിടെ mv നേരത്തെ പോയാണ് √2m × v ആണല്ലോ. ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ എന്ത് വേണം? √2mv വേണം. അപ്പൊ എന്ത് എഴുതാം? 2mv' ഈക്വൽ ടു √2m × v. ദാ m ക്യാൻസൽ ആയി, v' കാണാൻ പറഞ്ഞ √2v ഡിവൈഡ് ബൈ എത്രയാണ്? 2. വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇങ്ങനെ കൂടെ എഴുതാം. v' ഈക്വൽ ടു √2v. ഈ 2 സ്പ്ലിറ്റ് എന്ത് എഴുതാം? √2 × √2 എന്ന് എഴുതാം. അപ്പോൾ ഒരു √2 ക്യാൻസൽ ആവും. അപ്പൊ എത്ര കിട്ടി? v/√2 എന്ന് കിട്ടും. v' വാല്യൂ കിട്ടി. അടുത്ത കൈനറ്റിക് എനർജിയിലെ വേണ്ടത് സിമ്പിൾ കൈനറ്റിക് എനർജി. എങ്ങനെ കാണാം കൈനറ്റിക് എനർജി ആണെങ്കിൽ? ഇതിന്റെ കൈനറ്റിക് എനർജി ഹാഫ് mv² പ്ലസ് ഇതിന്റെ കൈനറ്റിക് എനർജി ഹാഫ് mv² പ്ലസ് ഇതിന്റെ കൈനറ്റിക് എനർജി ഹാഫ് ഇൻറ്റു അവിടുത്തെ മാസ് എത്ര? 2m ആണ്. 2m × v' സ്ക്വയർ. ഇവിടെ എത്ര? ഹാഫ് എത്ര? അര പ്ലസ് അര ഒന്നായില്ലേ? mv² പ്ലസ് അവിടെ എത്ര? ഈ 2 യും ക്യാൻസൽ കളയാ, ബാക്കി m v' സ്ക്വയർ. v' എത്ര? v/√2 അല്ലേ? ഇതിന്റെ സ്ക്വയർ v സ്ക്വയർ v², √2 സ്ക്വയർ എത്ര? 2. അപ്പൊ എത്ര ആയിട്ടും ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ ക്രോസ് ചെയ്യും 2mv² പ്ലസ് 1mv². അപ്പൊ എത്ര കിട്ടി? 3mv² ഡിവൈഡ് 1 × 2. 2. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്, സിമ്പിൾ കാര്യമാണ്. മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്നത് m × v ആയിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക് എന്ത് നിങ്ങൾക്ക് എഴുതാം? √2mv എന്ന് എഴുതാം. ബാക്കി ഇക്വേറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷൻ ബി 3/2 mv². അടുത്ത ക്വസ്റ്റ്യൻ. എ ഫോഴ്സ് F equal to 20 + 10y acts on a particle in y direction where F is in Newton, y is in meter. Work done by this force to move
the particle from y equal to 0 to y equal to 1 meter is. ഓക്കെ, വർക്കാണ് കാണാൻ പറയുന്നത്. ശരി, അപ്പൊ എന്താ തന്നിട്ട് നോക്കി, ഫോഴ്സ് തന്നിട്ടുണ്ട്. എഫ് എത്രയെന്ന് പറയുന്നു? 20 പ്ലസ് 20 ഇൻറ്റു വൈ എന്ന് പറയുന്നു, 10 ഇൻറ്റു വൈ എന്ന് പറയുന്നു. അടുത്ത് പിന്നെ എന്ത് പറയുന്നുണ്ട്? ലിമിറ്റ് പറയുന്നുണ്ട്. y ഈക്വൽ ടു 0 ടു y ഈക്വൽ ടു 0 ടു y ഈക്വൽ ടു 1. അതിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? വർക്കാണ് കാണേണ്ടത്. വർക്കാനുള്ള ജനറൽ ഫോം എത്രയേ ഉള്ളൂ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് എങ്ങനെ കാണുന്നത്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ y ആക്സ് ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ത് കൊടുത്തു? dy എന്ന് കൊടുത്തു. എഫ് ഡോട്ട് എക്സ് എന്നാണ്, ഞാൻ ഡോട്ട് പോകണം, എഫ് ഡോട്ട് എക്സ് എന്നാണ്, ഇൻറ്റു കൊടുത്താൽ മതി. ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അത് സ്മോൾ വർക്ക് ആണെങ്കിൽ ഈ ലിമിറ്റ് തന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ വർക്കാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ടോട്ടൽ എങ്ങനെയാണ്? ഇന്റഗ്രൽ എഫ് ഡോട്ട് അല്ലെ എഫ് ഇൻറ്റു എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഡോട്ട് നോക്കേണ്ട ആവശ്യമില്ല, ഐയും ജെയും ഒന്നും ഇല്ല, അപ്പൊ ഡോട്ട് ഒന്നും വേണ്ട. നിങ്ങൾ എഫ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചാൽ മതി. എഫ് ഇൻറ്റു ഡി വൈ, ഇവിടെ ഇൻ ടേംസ് ഓഫ് വൈയിലാ പറഞ്ഞ വൈ, എന്നിട്ട് ലിമിറ്റ് കൊടുക്കുക 0 മുതൽ 1 വരെ. ലിമിറ്റ് ഉള്ളതെന്നാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് എഴുതി? എഫിന്റെ വരെ എത്ര? 20 പ്ലസ് 10y ഇൻറ്റു ഡി വൈ ഇന്റഗ്രൽ 0 ടു 1 ആണല്ലോ. ഇന്റഗ്രേറ്റ് ചെയ്യണം. അത് നോക്കി, ഈ ഡി വൈ രണ്ടും കൊടുത്ത് സെപ്പറേറ്റ് ചെയ്യും. ഇന്റഗ്രൽ 0 ടു 1 ഇപ്പൊ എത്ര കിട്ടും? 20 dy പ്ലസ് എത്ര? 10y dy. ബ്രാക്കറ്റ് മാറ്റി, ഈ dy ഇവിടെ ഇൻറ്റു ചെയ്തു, ഇവിടെ ഇൻറ്റു ചെയ്തു. അപ്പൊ ആദ്യം 20 dy ചെയ്യാം. 20 കോൺസ്റ്റന്റ് ആണല്ലോ. dy യുടെ ഇന്റൽ എന്ന് പറഞ്ഞാൽ y ആണ്. dy യുടെ ഇന്റൽ എന്താണ്? y. ലിമിറ്റ് അപ്ലൈ ചെയ്യണം 0 ടു 1 പ്ലസ് 10 കോൺസ്റ്റന്റ്. y dy യുടെ ഇന്റൽ എന്താണ്? x dx ഇന്റൽ എന്താണ്? x²/2 അല്ലേ? അതുപോലെ ഇവിടെ എന്താണ്? y²/2. ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 ടു 1. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടും? w is equal to, ഇവിടെ എന്താണ്? y യുടെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പൊ എത്ര? 20 ഇൻറ്റു അപ്പർ ലിമിറ്റ് എത്ര? 1 മൈനസ് 0, 1 മൈനസ് 0 പ്ലസ് ഇവിടെ എത്ര? ഈ 2 അങ്ങ് പുറത്തെടുക്കുകയാണ്. ഈ 2 അങ്ങ് പുറത്തെടുത്തു, അല്ലെ ഈ 2 കട്ട് ചെയ്ത് കളയാ, ഇതിങ്ങനെ കട്ട് ചെയ്തു. അപ്പൊ എത്ര കിട്ടും? 5. പുറത്ത് എത്ര ഉണ്ട്? 5. ഈ y² സ്ഥാനത്ത് ലിമിറ്റ് കൊടുക്കുക. അപ്പം y യുടെ സ്ഥാനത്ത് 1 കൊടുത്തു. 1 സ്ക്വയർ, 1 സ്ക്വയർ എന്ത് തന്നെ? 1 മൈനസ് 0 എടുത്ത് ഇവിടെ നോക്കുക. 0² 0. അപ്പൊ എത്രയാണ്? 20 ഇൻറ്റു 1 20, 5 ഇൻറ്റു 1 5, 20 പ്ലസ് 5 എത്ര? 25 ജൂൾ എന്ന് കിട്ടും. ആൻസർ 25 ജൂൾ. ഓപ്ഷൻ നോക്കി, ഓപ്ഷൻ ഡി 25 ജൂൾ. അടുത്ത ക്വസ്റ്റ്യൻ. എ ബോഡി ഓഫ് മാസ് 1 kg begins to move under the action of time dependent force. എഫ് തന്നിട്ടുണ്ട് 2t i k പ്ലസ് 3t² j k ന്യൂട്ടൺ എന്ന് പറയുന്നുണ്ട്. വേറെ ഐയും ജെ യൂണിറ്റ് വെക്ടേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. വാട്ട് പവർ വിൽ ബി ഡെവലപ്ഡ് ബൈ ദ ഫോഴ്സ് അറ്റ് ദ ടൈം ടി? പവർ ആണ് കാണേണ്ടത്. അപ്പോൾ പവർ കാണാൻ 2 ഇക്വേഷൻസ് ആണ്. ഒന്ന് വർക്ക് ബൈ ടൈം, വർക്ക് ബൈ ടൈം. രണ്ടാമത്തത് എഫ് ഡോട്ട് വി, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്നാണ്, അല്ലെങ്കിൽ ഫോഴ്സിന്റെയും വെലോസിറ്റിയുടെയും ഡോട്ട് പ്രോഡക്റ്റ് ആണ് പവർ എന്ന് പറഞ്ഞത് കേട്ടോ. ഇവിടെ എങ്ങനെ അപ്ലൈ ചെയ്യും? നമുക്ക് ടൈം തന്നിട്ടില്ല, അതുകൊണ്ട് വർക്ക് ബൈ ടൈം കാണാൻ പറ്റില്ല. ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടില്ല, അതുകൊണ്ട് വർക്ക് ആണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഒന്നും തന്നിട്ടില്ല, കാണാൻ വേറെ മാർഗവുമില്ല. വർക്ക് ബൈ ടൈം എന്ന ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അടുത്ത മാർഗം എന്താ? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി, അല്ലെങ്കിൽ എഫ് ഡോട്ട് വി. അപ്പൊ എഫ് ഡോട്ടിൽ എഫ് ഉണ്ട്, പക്ഷെ വി വേണം. വി കാണാൻ വല്ല മാർഗം ഉണ്ടോ? ഉണ്ട്. അതിലൊരു കാര്യം അവിടെ പറയുന്നുണ്ട്, മാസ് 1 എന്ന് പറയുന്നുണ്ട്. മാസ് എത്ര പറയുന്നുണ്ട്? 1 എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഫോഴ്സ് എത്ര? എഫ് എത്രയാണ്? 2t i k പ്ലസ് 3t² j k എന്ന് പറയുന്നു. അല്ലെ എം എത്രയെന്ന് പറയുന്നു? 1 എന്ന് പറയുന്നു. അപ്പൊ എ കാണാം, ആക്സിലേഷൻ കാണാം. ആക്സിലേഷൻ എങ്ങനെ കാണുന്നത്? എഫ് ബൈ എം, എഫ് ഈക്വൽ ടു എം എ. അവിടെ നിന്ന് ആക്സിലേഷൻ എങ്ങനെ കാണാം? എഫ് ബൈ എം എന്ന് കാണാം. എഫ് എത്ര? ഇത് 2t i k പ്ലസ് എത്രയാണ്? 3t² j k ഡിവൈഡ് ബൈ 1. സെയിം തന്നെ കിട്ടും. അപ്പൊ ആക്സിലേഷൻ ഫോഴ്സ് ഇവിടെ ഈക്വൽ ആണ്, കാരണം എന്താ? മാസ് 1 ആയതുകൊണ്ട്. അപ്പൊ എന്ത് കിട്ടും? ആക്സിലേഷൻ 2t i k പ്ലസ് 3t² j k എന്ന് കിട്ടും. ആക്സിലേഷൻ കിട്ടി. ഇനി അങ്ങനെ വെലോസിറ്റി കാണാൻ പറ്റും. നമുക്കറിയാം ആക്സിലേഷൻ എങ്ങനെ കാണുന്നത്? dv ബൈ dt ആണല്ലോ. ഇവിടുന്ന് dv എങ്ങനെ കാണാം? ഇതിങ്ങനെ ക്രോസ് ചെയ്യും. a dt ഈക്വൽ ടു dv ആണല്ലോ. ഞാൻ dv ഇങ്ങനെ എഴുതാം. dv ഈക്വൽ ടു എങ്ങനെ കാണാം? dv ഈക്വൽ ടു
ആക്സിലറേഷൻ ഇൻറ്റു ടൈം അല്ലേ. എനിക്കൊന്ന് വെലോസിറ്റി അല്ലേ വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും? ഇന്റഗ്രേറ്റ് ചെയ്യും. രണ്ട് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടി? ഇന്റഗ്രൽ ഡി വി എന്ന് പറഞ്ഞ വി ആണ്. ഇവിടെ ഇന്റഗ്രൽ എ ഡി ടി. അത്രേ ഉള്ളൂ. അപ്പൊ എന്താ വെലോസിറ്റി എങ്ങനെ വന്ന്? ഇത് നിങ്ങൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്ന കൈനമാറ്റിക്സിൽ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. വെലോസിറ്റി എങ്ങനെ കാണാം? ഇന്റഗ്രൽ എ ഡി ടി എന്ന് കാണാം. ഓക്കെ, എ ഉണ്ട്. എ എത്രയാണ് കൊണ്ട് നടക്കുന്നു? 2t i ക്യാപ്പ് പ്ലസ് എത്രയാണ്? 3t² j ക്യാപ്പ്, അത് ഇൻറ്റു ഡി ടി. അതിന്റെ ഇന്റഗ്രൽ ഇൻഡെഫിനിറ്റ് ആണ്. നമ്മൾ സ്ഥിതി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ലിമിറ്റ് ഇല്ലാത്തതാണ്. നോക്കി ചെയ്യുമ്പോൾ എന്താ കിട്ടും? v is equal to ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഞാൻ ബ്രാക്കറ്റ് ഒന്നും മാറ്റുന്നില്ല. 2 കോൺസ്റ്റന്റ് i കോൺസ്റ്റന്റ്. ടിയുടെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? t²/2. അപ്പൊ അവിടെ എന്ത് കിട്ടി? 2 ഇൻറ്റു t²/2. പിന്നെ അവിടെ എന്തുണ്ട്? i ക്യാപ്പ് പ്ലസ് ഇവിടെ 3യും jയും കോൺസ്റ്റന്റ്. t² എന്ന് പറഞ്ഞ എന്താ? ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ t² ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ t³ / 3. ഇവിടെ എന്താ എഴുതി? 3 ഉണ്ട്. t³ / 3 j ക്യാപ്പ് പ്ലസ് എത്രേ ഉള്ളൂ. ഇവിടെ എന്താ? 2 2 ക്യാൻസൽ. ഇവിടെ 3 3 ക്യാൻസൽ. വെലോസിറ്റി എത്ര കിട്ടി? t² i ക്യാപ്പ് പ്ലസ് അവിടെ എത്രയാണ്? t³ j ക്യാപ്പ് എന്ന് കിട്ടും. ഇനി പവറിലെ കാണുന്ന പവർ എങ്ങനെ കാണുന്നത്? ഫോഴ്സിന്റെയും വെലോസിറ്റിയുടെയും ഡോട്ട് പ്രോഡക്റ്റ് ആണല്ലോ. ഫോഴ്സിന്റെയും വെലോസിറ്റിയുടെയും ഡോട്ട് പ്രോഡക്റ്റ്. ഫോഴ്സ് എത്ര? മുകളിലുണ്ട്. 2t i ക്യാപ്പ് പ്ലസ് 3t² j ക്യാപ്പ് ഇൻറ്റു ഡോട്ട് പ്രോഡക്റ്റ്. വെലോസിറ്റി എത്രയാണ്? t² i ക്യാപ്പ് പ്ലസ് t³ j ക്യാപ്പ്. എങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുന്നത്? ഐയുടെ കമ്പോണൻസ് മാത്രം ഇൻറ്റു ചെയ്യുക. അത് ഇവിടെ 2t ഇൻറ്റു t². അപ്പൊ എത്ര കിട്ടി? 2t³ എന്ന് കിട്ടും. 2 അതിൽ എഴുതി. t ഇൻറ്റു t² എത്ര? t³. i ഡോട്ട് i എത്രയാണ്? 1 ആയിട്ട് പോകും. പ്ലസ് ഇവിടെ j ഡോട്ട് j 1 ആയിട്ട് പോയി. ബാക്കി എത്ര? 3 അതുപോലെ എഴുതി. t² ഇൻറ്റു t³ t⁵5. t⁵5. ആൻസർ ഉണ്ടോ നോക്കേ. യൂണിറ്റ് പാർട്ടാണ്, നമുക്ക് അറിയാം. നോക്കുന്നത് 2t³ ഓപ്ഷൻ ബി. 2t³ പ്ലസ് 5t⁵5 ഉണ്ടോ? സോറി 3t⁵5 ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ കൊളിഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ബോഡി A of mass 4m moving with the speed u collides with another body B of mass 2m at rest. The collision is head-on and elastic in nature. Elastic എന്ന് പറയുമ്പോൾ മൊമെന്റും എനർജിയും കൺസർവ്ഡ് ആയിരിക്കും, കൈനറ്റിക് എനർജി. After the collision, the fraction of energy lost by colliding body A. Fraction of energy കാണുന്നുണ്ട്. Fraction of energy എന്ന് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഇൻ എനർജി ഡിവൈഡ് ബൈ ഇനിഷ്യൽ എനർജി എന്നാണ്. ചേഞ്ച് ഇൻ എനർജി ഡിവൈഡ് ബൈ എന്താണ്? ഇനിഷ്യൽ എനർജി എന്നാണ് ഫ്രാക്ഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഇവിടെ ഏത് എനർജി ആണത്? കൊളിഷൻ അല്ലേ? കൈനറ്റിക് എനർജി. അപ്പൊ ഇവിടെ എന്താ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ എന്താണ്? ഇനിഷ്യൽ കൈനറ്റിക് എനർജി. അതാണ് കാണാൻ പറയുന്നത്. ആ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് എന്താ പറയുന്നത്? 4m. ആദ്യം ബോഡി എന്താ? 4m ആണ്. വെലോസിറ്റി എത്ര? u എന്ന് പറയുന്നു. അടുത്ത ബോഡി എത്രയാണ്? ഇത് എ, ബോഡി എ. അടുത്തെന്താ? ബോഡി ബി. ബോഡി ബി ആണ്. അവിടെ എത്ര? മാസ് എത്ര? 2m എന്ന് പറഞ്ഞു. അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നുണ്ട് 0 കേട്ടാ. ഇതിനെ u1 എന്ന് കൊടുക്കാം, ഇതിനെ u2 എന്ന് കൊടുക്കാം തിരിച്ചറിയാൻ വേണ്ടി. കൊളൈഡ് ചെയ്തു, വന്ന് ഇടിക്കുന്നു, പിന്നീട് മൂവ് ചെയ്യുന്നു. ഇത് എ, മാസ് വ്യത്യാസമൊന്നുമില്ല. 4m വെലോസിറ്റി മാറും. v1. അടുത്ത് ഇത് ബി, രണ്ടാമത്തത് ബി, വെലോസിറ്റി v2 ആയി. മാസ് എത്ര തന്നെ? 2m. ഇതാണ് ഇലാസ്റ്റിക് കൊളിഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് കാണാം? ഞാൻ ആദ്യം കൈനറ്റിക് എനർജി യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാനി? ഇലാസ്റ്റിക് കൊളിഷൻ അല്ലേ പറയുന്നത്. ഇലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ട് രണ്ട് കാര്യമുണ്ട്. ഒന്ന് മൊമെന്റം കൺസർവ്ഡ് ആണ്, രണ്ട് കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആണ്. ആദ്യം മൊമെന്റം കൺസർവ്ഡ്, അത് നോക്കാം. ആദ്യം എന്താ? ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ. ഇത് രണ്ടാണ് ബിഫോർ കൊളിഷൻ എന്ന് പറഞ്ഞത്. ഇതാണ് ബിഫോർ കൊളിഷൻ, അത് ആഫ്റ്റർ കൊളിഷൻ. ബിഫോർ കൊളിഷൻ നോക്കി, ഇതിന്റെ മൊമെന്റ് എത്രയാണ്? 4mu1 ആണല്ലോ. ഇതിന് മൊമെന്റം ഇല്ല, കാരണം വെലോസിറ്റി 0, അവിടെ മൊമെന്റം ഇല്ല. അപ്പം ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ എന്ന് പറഞ്ഞാൽ 4mu1 ആണ്. ഈക്വൽ ടു ടോട്ടൽ മൊമെന്റ് ആഫ്റ്റർ കൊളിഷൻ എന്ന് പറഞ്ഞ ഇതാണ്.
ഇവിടെ ടോട്ടൽ മൊമെന്റ് എത്ര 2m into v1 ആണല്ലോ. 2 അല്ല 4m into v1 പ്ലസ് മറ്റേ എത്രയാണ് 2m into v2. എല്ലായിടത്തും m ഉള്ളതുകൊണ്ട് m കട്ട് ചെയ്തു. ഒരു 2 വെച്ചിട്ട് ഇവിടെ എത്ര കിട്ടും? ഇവിടെ 2 എന്ന് കിട്ടും, ഇവിടെയും 2 എന്ന് കിട്ടും, ഇവിടെ 2 പോയി. ബാക്കി എന്താ വരുന്നത്? ഇവിടെ 2u1 ഈക്വൽ ടു ഇവിടെ എത്രയാണ് 2v1 പ്ലസ് ഇവിടെ എത്ര v2. ഇത് ഇപ്പുറത്തോട്ട് വന്നേ. അപ്പൊ എന്ത് കിട്ടും? 2u1 മൈനസ് 2v1 ഈക്വൽ ടു v2. 2 പുറത്തിട്. ബാക്കി എന്താ? u1 മൈനസ് v1 ഈക്വൽ ടു v2. അവിടെ നിൽക്കേണ്ടത് നമ്മളെ ഇക്വേഷൻ ആണെന്നാ കൊടുക്കാം. ഇനി കൈനറ്റിക് എനർജി അപ്ലൈ ഇതുപോലെ ഇതിന്റെ കൈനറ്റിക് എനർജി കാണുന്നു. എന്താ കൈനറ്റിക് എനർജി ഫോർമുല? ഹാഫ് മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ. മാസ് എത്ര? 4m, വെലോസിറ്റി എത്ര? u1 സ്ക്വയർ ആണല്ലോ. അടുത്ത ഈക്വൽ ടു, ഇതിന് കൈനറ്റിക് എനർജി ഇല്ല, വെലോസിറ്റി 0 ആയതുകൊണ്ട്. അവിടെ എത്രയാണ്? ഹാഫ് മാസ് 4m, വെലോസിറ്റി എത്ര? v1 സ്ക്വയർ പ്ലസ് ഹാഫ് രണ്ടാമത്തെ മാസ് എത്ര? 2m, വെലോസിറ്റി എത്ര? v2 സ്ക്വയർ. എല്ലായിടത്തും ഹാഫ് ഉള്ളതുകൊണ്ട് ഹാഫ് കട്ട് ചെയ്തു. നേരത്തെ പോലെ എല്ലായിടത്തും m ഉണ്ട്, m കട്ട് ചെയ്യുന്നു. 2 വെച്ചിട്ട് ഇവിടെ എത്ര? ഇവിടെ 2 ടൈംസ്, ഇവിടെയും 2 ടൈംസ്, ഇവിടെ എത്ര? 1 ടൈംസ്. ബാക്കി ഇവിടെ എത്ര ഉള്ളത്? 2u1 സ്ക്വയർ ഈക്വൽ ടു ഇവിടെ എത്ര? 2v1 സ്ക്വയർ പ്ലസ് ഇവിടെ എത്ര? v2 സ്ക്വയർ. അവിടെ ചെയ്താൽ ഇത് ഇപ്പുറത്തുണ്ടോന്ന്? ഇത് ഇപ്പുറത്തുള്ളത് എന്താവും? മൈനസ് ആവും. 2 കോമൺ എടുക്കാം. അപ്പൊ 2 പുറത്തെടുത്ത് ബാക്കി എന്താണ് ഇവിടെ? u1 സ്ക്വയർ. ഇത് ഇപ്പുറത്തെ മൈനസ് ആയില്ലേ? v1 സ്ക്വയർ. ഞാൻ ഒരു സ്റ്റെപ്പ് കുറച്ചാണ് കേട്ടാ. ഇവിടെയും 2 കൊണ്ട് ആ 2 പുറത്തെടുത്തേ ഉള്ളൂ. അപ്പുറത്ത് എന്ത് വരും? v2 സ്ക്വയർ ആണല്ലോ. ഇവിടെ v2ന്റെ വാല്യൂ ഉണ്ട്. v2ന്റെ വാല്യൂ എത്ര? 2u1 മൈനസ് v1. അപ്പൊ ഈ v2ന്റെ സ്ഥാനത്ത് ഈ വാല്യൂ കൊടുക്കുകയാണെ. അപ്പൊ എന്ത് കിട്ടും? 2u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഈക്വൽ ടു v2 സ്ക്വയർ അല്ലേ? ഇതിന്റെ സ്ക്വയർ. അപ്പൊ 2ന്റെ സ്ക്വയർ എത്ര? 4. ഇതിന്റെ സ്ക്വയർ എത്രയാണ്? u1 മൈനസ് v1 ദ ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയർ ആണ്, ഇൻഡിവിജ്വൽ സ്ക്വയർ അല്ല. ഇതിന്റെ സ്ക്വയറാ, രണ്ടും സ്ക്വയർ കൊടുത്തു. ഇവിടെ ഇൻഡിവിജ്വൽ സ്ക്വയറാ. അപ്പൊ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 2 ടൈംസ് കിട്ടും, 2 എന്ന് കിട്ടും ആണല്ലോ. ഇവിടെ 1 ടൈംസ്. അപ്പൊ ഞാൻ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യണേ. ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തു. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പോലെയല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതുപോലെ അപ്പൊ എന്താ കിട്ടാം? എ പ്ലസ് ബി u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1. ഇപ്പുറത്തെ 2 ഇൻറ്റു u1 മൈനസ് v1 ദ ഹോൾ സ്ക്വയർ ആണല്ലോ. ഇവിടെ ഒരു u1 മൈനസ് v1 ഉണ്ട്, അവിടെ 2 u1 മൈനസ് v1. അപ്പൊ എന്താ? കട്ടായി പോകും. ഈ ടൈം ഇവിടെ 1 കട്ടായി, ഇത് 2 ഉണ്ട്, 1 കട്ടായി. ബാക്കി എത്ര? u1 പ്ലസ് v1 ഈക്വൽ ടു 2 ഇൻറ്റു u1 മൈനസ് v1. ഒന്ന് ബ്രാക്കറ്റ് മാറ്റിയാൽ u1 മൈനസ് v1 ഈക്വൽ ടു 2u1 മൈനസ് 2v1. ഞാൻ എല്ലാം ഒരു സൈഡ് കൊണ്ടുവരണേ. എല്ലാം ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ u അല്ല ഒരു സൈഡ്, v അല്ല മറ്റേ സൈഡ്. ഇത് ഇപ്പുറത്തുണ്ടായിരുന്നു, u1 അപ്പുറത്തുണ്ട്. ഇവിടെ ഓൾറെഡി എന്തുണ്ട്? v1. ഈ മൈനസ് 2v1 ഇപ്പുറത്തായി, പ്ലസ് എന്താവും? 2v1 ഈക്വൽ ടു ഇവിടെ 2u1. ഈ u1 അപ്പുറത്തുണ്ടായി, മൈനസ് u1. ഇവിടെ എത്ര കിട്ടും? v1 പ്ലസ് 2v1 എത്ര? 3v1 ഈക്വൽ ടു ഇവിടെ 2u1 മൈനസ് u1 എത്ര കിട്ടും? u1. അപ്പൊ u1 വാല്യൂ ആർക്ക് ഈക്വൽ? 3v1 ഈക്വൽ ആണെന്ന് കിട്ടി ആണല്ലോ. ഇനി ആൻസർ ആയി. നമുക്ക് എന്താ പഠിക്കേണ്ടത്? ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജി അല്ലേ? ഞാൻ ഡെൽറ്റ കെ എന്ന് കൊടുക്കാം. എങ്ങനെയാ ഫ്രാക്ഷൻ കാണുന്നത്? മോളിൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ എന്താണ്? ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ഇൻ പെർസെന്റേജ് പറഞ്ഞ ഇൻറ്റു 100 കൊടുക്കാം. ഓക്കെ, ആരുടെ കേസാ പറഞ്ഞത്? എയുടെ കേസല്ലേ പറഞ്ഞത്. അപ്പൊ എയുടെ കേസ് വന്ന് നോക്കാം. എയുടെ ഫൈനൽ കൈനറ്റിക് എനർജി, എയുടെ ഫൈനൽ കൈനറ്റിക് എനർജി ഇതാണ്. എയുടെ ഫൈനൽ കൈനറ്റിക് എത്ര? ഹാഫ് മാസ് എത്രയാണ്? 4m, വെലോസിറ്റി എത്ര? v1 സ്ക്വയർ മൈനസ് എയുടെ ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഇവിടെ ഉണ്ട്. ഹാഫ് 4m u1 സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ അടുത്ത് എയുടെ ഇനിഷ്യൽ കൈനറ്റിക് എനർജി തന്നെയാണ്. വീണ്ടും ഹാഫ് 4m ബാക്കി എന്താ? u1 സ്ക്വയർ. 3 ടൈമിൽ കോമൺ ഉള്ള കട്ട് കളയാ. കോമൺ ഇടുന്നുണ്ട് 1/2 3 കോമൺ ഉണ്ട്, കട്ട് ചെയ്യാ. 4 3 കോമൺ ഉണ്ട്, കട്ട് ചെയ്യാ. ബാക്കി എന്താണുള്ളത്? v1 സ്ക്വയർ മൈനസ് u1 സ്ക്വയർ ഡിവൈഡ് ബൈ എന്താണ്? u1 സ്ക്വയർ ആണല്ലോ. അത് നമ്മൾ കട്ട് ചെയ്ത് കാണണമെങ്കിൽ ആൻസർ കിട്ടണമെങ്കിൽ
u1 സ്ഥാനത്ത് വാല്യൂ കൊടുക്കാം. u1 സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 3v1 എന്ന് കൊടുക്കാം. 3v1. അപ്പൊ ആൻസർ എത്ര കിട്ടും? v1 സ്ക്വയർ മൈനസ് u1 സ്ഥാനത്ത് എത്ര കൊടുത്തു? 3v1. 3v1 സ്ക്വയർ. അപ്പൊ എത്ര കിട്ടും? ഇവിടെ എത്ര? ഇത് u1 ആണ്. 3v1. നമുക്ക് u1 സ്ക്വയർ ആണ് വേണ്ടത്. പിന്നെ സ്ക്വയർ ചെയ്യണം. സ്ക്വയർ എത്ര കിട്ടും? ഇവിടെ 3 സ്ക്വയർ 9, v1 സ്ക്വയർ v1 സ്ക്വയർ. അപ്പൊ എത്ര? 9v1 സ്ക്വയർ ഡിവൈഡഡ് ബൈ u1 എത്രയാണ്? u1 എന്ന് പറഞ്ഞാൽ എന്തിനാണ്? 3v1 തന്നെയാണ്. u1 സ്ക്വയർ അല്ലേ? 9v1 സ്ക്വയർ ആണല്ലോ. ബാക്കി സിംപ്ലിഫിക്കേഷൻ മോളിൽ പറയാം. ആൻസർ ആയി. അല്ല ഇവിടെ പറയാം ബാക്കി സിംപ്ലിഫിക്കേഷൻ. എത്ര വരുന്നത്? v1 സ്ക്വയർ മൈനസ് 9v1 സ്ക്വയർ എത്ര കിട്ടും? -8v1 സ്ക്വയർ ഡിവൈഡ് ബൈ എത്ര? 9v1 സ്ക്വയർ. ആ v1 സ്ക്വയർ കട്ട് ചെയ്ത് കളയാം. ആൻസർ എത്ര? -8/9. എന്തുകൊണ്ടാ മൈനസ് വരുന്നത്? മൈനസിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ലോസ് ആയി, എനർജി ലോസ് ആയി എന്ന് കാണിക്കാൻ വേണ്ടിയാ മൈനസ് എന്നത്. നമുക്ക് ആ വാല്യൂ മാത്രം മതി. 8/9 ഓപ്ഷൻ ഉണ്ടോ നോക്കി? 8/9. അടുത്ത ക്വസ്റ്റ്യൻ. എ ബോഡി ഇനിഷ്യലി അറ്റ് റെസ്റ്റ് and sliding along a frictionless track from a height h as shown in the figure. Figure വന്നിട്ടുണ്ട്. Just completes a vertical cycle of diameter AB equal to d. The height h is equal to vertical cycle. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഐഡന്റിറ്റി പഠിക്കാറുണ്ട്. ഈ വെർട്ടിക്കൽ സർക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായ മിനിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പഠിച്ചോ, √5gr. കേട്ടോ, സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ മിനിമം വെലോസിറ്റി കാണുന്ന ഫോർമുല √5gr. ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് നമ്മൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഫോർ എന്താണ്? ഫോർ വെർട്ടിക്കൽ സർക്കിൾ. ഒരു വെർട്ടിക്കൽ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ മിനിമം വെലോസിറ്റി ആണ്. ഓക്കെ, ഇനി ഇവിടെ എന്താ ഫിഗർ പറയുന്നത്? ഇതെങ്ങനെ ഗ്രൗണ്ടിൽ നിന്നും h ഹൈറ്റ് എന്ത് ചെയ്യുന്നു? ഒരു പൊസിഷൻ h ഹൈറ്റ് ഇതെവിടെ ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു, അതിങ്ങനെ മൂവ് ചെയ്യുന്നു, സ്ലൈഡ് ചെയ്ത് ഇവിടെ എത്തി എന്താണ്? ഒരു വെർട്ടിക്കൽ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ക്വസ്റ്റിൽ തന്നെ കാണിക്കുന്നു ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. മാർക്ക് കൊടുത്ത് ഇവിടെ എ എന്ന പൊസിഷൻ ആണല്ലോ. ഈ ഹൈറ്റ് h എന്ന് പറയുന്നു. എത്ര ഹൈറ്റ് എന്ന് പറയുന്നത്? h എന്ന് പറയുന്നു. ഡയമീറ്റർ എത്ര? AB എന്ന് പറയുന്നു. ഡയമീറ്റർ എത്രയാണ്? AB എന്ന് പറയുന്നു. അതിന്റെ വാല്യൂ ക്യാപിറ്റൽ D. ഡയമീറ്റർ എത്രയാണ്? ക്യാപിറ്റൽ D എന്ന് ഡയമീറ്ററിന് വാല്യൂ ക്യാപിറ്റൽ D എന്ന് പറയുന്നു. ഓക്കെ, നമ്മൾ എങ്ങനെ കാണും? അപ്പൊ നോക്കിക്കേ, ഇവിടെ രണ്ട് പൊസിഷൻസ് ഉള്ളത്. ഒന്ന് ടോപ്പും മറ്റൊന്ന് ബോട്ടും. രണ്ട് പൊസിഷൻ എവിടെ ആയാലും എപ്പോഴും ടോട്ടൽ എനർജി എന്തായിരിക്കും? കൺസർവ്ഡ് ആയിരിക്കും. ടോട്ടൽ എനർജി എന്തൊക്കെയാണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഇവിടെ കൈനറ്റിക് എനർജി 0, കാരണം ബോഡി ഇവിടെ റെസ്റ്റിലാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. 0. പൊട്ടൻഷ്യൽ എനർജി mgh, h ആണ് ഹൈറ്റ്. ഇത് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഉള്ള കൈനറ്റിക് എനർജി ½ mv². പൊട്ടൻഷ്യൽ എനർജി 0. എന്തുകൊണ്ടാ? എയിൽ എത്തുമ്പോൾ ഗ്രൗണ്ടിൽ എത്തി, ഹൈറ്റ് ഇല്ല. ഹൈറ്റ് ഇല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി 0. ഇത് രണ്ട്. ഇവിടുത്തെ ടോട്ടൽ എനർജി എത്രയായിരിക്കും? ടോട്ടൽ എനർജി ആഡ് mgh ആണല്ലോ. അവിടെ ടോട്ടൽ എനർജി എത്ര? ½ mv². ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി. m ക്യാൻസൽ. അവിടുന്ന് v² കണ്ടാൽ 2 ഇങ്ങനെ ക്രോസ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? v² ഈക്വൽ ടു 2gh. ഈ 2 ഇങ്ങനെ ക്രോസ് ചെയ്യും. ഈ വാല്യൂ നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ്. v² ഈക്വൽ എന്ത് കിട്ടും? 2gh എന്ന് കിട്ടും. അവിടുന്ന് v² മിനിമം വാല്യൂ നമുക്കറിയാം. വാല്യൂ എടുത്തുകൂടെ അവിടെ എന്താ കിട്ടുന്നത്? v യുടെ സ്ഥാനത്ത് വാല്യൂ എടുക്കുകയാണ്. അപ്പം ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോയി. ബാക്കി എന്താ? 5gr ഈക്വൽ ടു 2gh. അപ്പൊ എന്ത് ക്യാൻസൽ ആവും? ജിയും ജിയും ക്യാൻസൽ ആവും. ഇവിടെ നോക്ക്, നമ്മൾ 6 കാണുകയാണ്, h കാണുകയാണെങ്കിൽ ഈ 2 ക്രോസ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? h ഈക്വൽ ടു 5r/2. 5r/2 ഹൈറ്റ് അല്ലേ കാണാൻ പറയുന്നത്? 5r/2. പക്ഷെ ക്വസ്റ്റ്യൻ എന്താ? ഡയമീറ്റർ ആണ് വേണ്ടത്. എന്താ വേണ്ടത്? ഇൻ ടേംസ് ഓഫ് ഡയമീറ്ററിലാണ് വേണ്ടത്. ഓക്കെ, ഡയമീറ്ററിലാക്കാം. എന്താ r എന്ന് പറഞ്ഞ നമുക്കറിയാം, d ഈക്വൽ ടു 2r. ഡയമീറ്റർ എന്താണ്? r-ന്റെ റേഡിയസിന്റെ ഇരട്ടിയാണ്. r അങ്ങനെ വേണം d/2. d/2 ഈക്വൽ ടു r. അപ്പൊ ഈക്വേഷൻ എന്താവും? h ഈസ് ഈക്വൽ ടു
5/2 ഇൻറ്റു ആറിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം d/2. അപ്പൊ എത്ര കിട്ടും 2 into 4 ആയി 5/4 ഇൻറ്റു ഡി ആയി. ആൻസർ 5/4 ഇൻറ്റു ഡി. ഓപ്ഷൻ ഉണ്ടോ നോക്കി, ഓപ്ഷൻ ഡി 5/4 ഇൻറ്റു ഡി. അപ്പം ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് കൃത്യമായി പഠിച്ചു വയ്ക്കുക. എത്ര ഉള്ളു കാര്യം എന്ന് പറഞ്ഞ് അതെടുത്ത് അപ്ലൈ ചെയ്ത് ആൻസർ ആയി.